അമലയിൽ വാഹനാപകടം, 3 ആൾക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അമല ആശുപത്രിക്ക് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ ഗുരുവായൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ആന്ധ്ര സ്വദേശികളായ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ പുറകിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആന്ധ്ര സ്വദേശി 60 വയസ്സുള്ള നാഗേശ്വര റാവ്, അവിയൂർ സ്വദേശികളായ 40 വയസ്സുള്ള ഷിഹാബുദ്ദീൻ, 47 വയസ്സുള്ള സജ്ജന എന്നിവർക്ക് പരിക്കേറ്റു. സജ്ജന അമല ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതിനു പുറമെ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പേരാമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മുണ്ടത്തിക്കോട് രാജഗിരി സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം ഇടിച്ചു തെറിപ്പിച്ച കാൽനട യാത്രികനായ വയോധികന് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട വാഹനം മറ്റൊരു ഇരുചക്ര വാഹനത്തിലും ഇടിച്ചു കയറി. അപകടം വിതച്ച ബുള്ളറ്റ് യാത്രികൻ ഉൾപ്പെടെ 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഉണ്ടായ അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. മിണാലൂർ വടക്കേക്കരയിൽ താമസിച്ചു വരുന്ന 70 വയസ്സോളം പ്രായമുള്ള കോയ എന്നയാൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. റോഡിലേക്ക് തെറിച്ചു വീണ വയോധികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, പാറേമ്പാടം, കുന്നംകുളം. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡ് 16-ാം വാർഡ് മെമ്പറായ അഖില പ്രസാദിന്റെ വീട് ആക്രമിച്ചു. രാഷ്ട്രീയ വിരോധമാണ് ആക്രമണത്തിന്റെ പിന്നിലെന്ന് സംശയമുണ്ട്. 2 ദിവസം മുൻപ് 2 പേർ ബൈക്കിലെത്തി ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നും ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പോയിരുന്നു. അതേ തുടർന്ന് അഖില പ്രസാദ് പേരാമംഗലം സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പരാതി നിലനിൽക്കെ ഇന്നലെ രാത്രിയിൽ ചെടിച്ചട്ടികൾ എറിഞ്ഞുടച്ചും വാഹനം തട്ടിമറിച്ചിടുകയും ചെയ്തു. പേരാമംഗലം പോലീസ് സ്ഥലം സന്ദർശിച്ച് അന്വേഷണം ആരംഭിച്ചു. LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ വിറപൂണ്ട എതിരാളികൾ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ പാർട്ടി പൊതുജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്ന് CPIM കൈപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MS ശ്രീജിത്ത് പറഞ്ഞു. നവംബർ 19 ലോക ശുചിമുറി ദിനം. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ ശൗചാലയ സൗകര്യമില്ല. നാട്ടുകാരുടെ കാത്തിരിപ്പ് നീളുന്നു. നവംബർ 19 ലോക ശുചിമുറി ദിനത്തിൽ ചാലിശ്ശേരി മെയിൻ റോഡിലെ ശുചിമുറി സൗകര്യക്കുറവ് വീണ്ടും ചർച്ചയാകുന്നു. പ്രദേശത്തിന്റെ ഹൃദയഭാഗമായ മെയിൻ റോഡ് സെന്ററിൽ ഇന്ന് വരെ ഒരു പൊതു ശൗചാലയമില്ലാത്തത് യാത്രക്കാരെയും തൊഴിലാളികളെയും വലിയ ദുരിതത്തിലാഴ്ത്തുകയാണ്. വർഷങ്ങളായി ആവശ്യം ഉന്നയിച്ചിട്ടും നടപടി കൈക്കൊള്ളാത്തതിൽ നാട്ടുകാർ നിരാശയിലാണ്. ഗുരുവായൂർ റോഡിലെ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള കിണറും ചുറ്റുമുള്ള ഒഴിവുള്ള സ്ഥലവും ഉപയോഗപ്പെടുത്തി ശുചിമുറി നിർമ്മാണം നടത്താൻ കഴിയുമെന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും MLA MP ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതി നടപ്പാക്കാൻ പൂർണ്ണമായും സാധ്യമാണെങ്കിലും ഇതുവരെ യാതൊരു വക നടപടിയും ആരംഭിച്ചിട്ടില്ലെന്ന് ചുമട്ടുതൊഴിലാളിയായ PK സുനിൽ, ഓട്ടോറിക്ഷ കാർ ഡ്രൈവർമാരായ മണി NP, K ചന്ദ്രൻ, CA മണി എന്നിവർ നൈസ് ന്യൂസിനോട് പറഞ്ഞു. ദിവസേന 100 കണക്കിന് പേർ ബാങ്കുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, മിനി സിവിൽ സ്റ്റേഷൻ, ആശുപത്രി, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി സെന്ററിൽ എത്തുന്നത്. കൂടാതെ ഓട്ടോ, ടാക്സി തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങി പ്രദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സൗകര്യക്കുറവ് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ യാതൊരു സ്ഥലവുമില്ലാത്തത് യാത്രക്കാരിലും
പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഏറെ പ്രയാസം നേരിടുകയാണ്. വർഷങ്ങളായി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളോട് ഈ വിഷയം ശക്തമായി ഉന്നയിക്കാൻ പ്രദേശവാസികൾ ഒരുങ്ങുകയാണ്. പ്രശ്നത്തെ അടിയന്തരമായി പരിഗണിച്ച് പൊതു ശൗചാലയ നിർമ്മാണത്തിന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രദൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിൽ രൂപം കൊണ്ട ഗർത്തത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന വാഹനയാത്രക്കാരുടെ അപകടങ്ങൾക്ക് പരിഹാരം കാണാൻ KP ഉദയന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡിലെ വലിയ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് ലെവൽ ചെയ്തു. കണ്ണൻ അയ്യപ്പത്ത്, മനോജ് KP, നന്ദു പാർത്ഥസാരഥി, ഡിബിൻ ഭാസ്കരൻ, അതുൽ ദാസ്, ദിനേശ് ചന്ദ്രശേഖർ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച രാത്രിയാണ് കുഴിയടയ്ക്കൽ നടത്തിയത്. പാറേമ്പാടത്ത് കാറിനു പുറകിൽ കാറിടിച്ച് അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പാറേമ്പാടം രുചി റെസ്റ്റോറന്റിന് സമീപമാണ് അപകടം. കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറുകളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന കാറിന് പുറകിലിടിച്ച കാർ ഹോട്ടലിനു മുന്നിലെ നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് തലകീഴായി മറിഞ്ഞു. മുന്നിലുണ്ടായിരുന്ന വണ്ടി നിയന്ത്രണം വിട്ട് സമീപത്തെ പറമ്പിലേക്കും മറിയുകയായിരുന്നു. അപകടത്തിൽ അത്ഭുതകരമായാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. പരിക്കേറ്റവരെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം 21-ന്. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നവംബർ 21 വെള്ളിയാഴ്ച ഗംഭീര മുഴുവൻ വിളക്കും അന്നദാനവും വിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക് നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നവംബർ 20 വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന ഭഗവത് സേവയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. 21-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ വിളക്കുപന്തലിൽ മഹാഗണപതി ഹോമം ഉണ്ടായിരിക്കും. വൈകിട്ട് 6 മണിയോടെ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ചെറുമനേങ്ങാട് വാസുണ്ണി സ്വാമികളുടെ നേതൃത്വത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. തുടർന്ന് പൂത്താലത്തിന്റെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടി നഗരപ്രദക്ഷിണം ചെയ്ത് രാത്രി 9 മണിയോടെ വിളക്ക് പന്തലിൽ സമാപിക്കും. തുടർന്ന് കാണിപ്പാട്ട്, പൊലിപ്പാട്ട്, വെട്ടുതട, തിരിയൊഴിച്ചിൽ എന്നിവയും ഉണ്ടായിരിക്കും. നവംബർ 21 വെള്ളിയാഴ്ച അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി,
ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ കെ മണികണ്ഠൻ, അക്ഷയ് രഞ്ജൻ, കെ മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം 21-ന്. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നവംബർ 21 വെള്ളിയാഴ്ച ഗംഭീര മുഴുവൻ വിളക്കും അന്നദാനവും വിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക് നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നവംബർ 20 വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന ഭഗവത് സേവയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. 21-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ വിളക്കുപന്തലിൽ മഹാഗണപതി ഹോമം ഉണ്ടായിരിക്കും. വൈകിട്ട് 6 മണിയോടെ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ചെറുമനേങ്ങാട് വാസുണ്ണി സ്വാമികളുടെ നേതൃത്വത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. തുടർന്ന് പൂത്താലത്തിന്റെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടി നഗരപ്രദക്ഷിണം ചെയ്ത് രാത്രി 9 മണിയോടെ വിളക്ക് പന്തലിൽ സമാപിക്കും. തുടർന്ന് കാണിപ്പാട്ട്, പൊലിപ്പാട്ട്, വെട്ടുതട, തിരിയൊഴിച്ചിൽ എന്നിവയും ഉണ്ടായിരിക്കും. നവംബർ 21 വെള്ളിയാഴ്ച അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ കെ മണികണ്ഠൻ, അക്ഷയ് രഞ്ജൻ, കെ മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഗംഭീര മുഴുവൻ വിളക്കും അന്നദാനവും ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് 30 വെള്ളിയാഴ്ച, വൃശ്ചികത്തിലെ 30 വെള്ളിയാഴ്ചയാണ് അവിടെ എല്ലാ വർഷവും നമ്മൾ അയ്യപ്പവിളക്ക് നടത്തി വരുന്നത്. ഈ വർഷം വരുന്നത് നവംബർ 21 വെള്ളിയാഴ്ച. ആ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. ഏകദേശം നമ്മൾ 10,000 പേരോളം ഉള്ള ആളുകൾക്കാണ് നമ്മൾ അന്നദാനം ഒരുക്കുന്നത്. അതുപോലെ തന്നെ ചടങ്ങുകൾ വ്യാഴാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഭഗവതി സേവയോടുകൂടി തുടങ്ങി പിറ്റേ ദിവസം കാലത്ത് വിളക്ക് പന്തലിലെ മഹാഗണപതി ഹോമം, ശേഷം വൈകിട്ട് തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വാസുണ്ണി സ്വാമി അവരുടെ നേതൃത്വത്തിലാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും മറ്റു ചടങ്ങുകൾ നടക്കുന്നത്. ഏകദേശം ടൗണിൽ ഒരു 7:30 കൂടി എത്തി വൈകിട്ട് 9 മണിയോട് കൂടിയിട്ട് കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് മറ്റു ചടങ്ങുകൾക്ക് ശേഷമാണ് വിളക്ക് സമാപിക്കുന്നത്. എല്ലാ ചടങ്ങുകൾക്കും അതുപോലെ തന്നെ സൗകര്യങ്ങൾ ഓരോ ദിവസവും കക്കാട് ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ച് അന്നദാനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെയധികം തിരക്കുണ്ട്. ഈ വർഷം അത്തരം തിരക്കുകളെ മുൻകണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിലവിലുള്ള ഊട്ടുപുര അതും അതിനോടൊപ്പം തന്നെ ബൊഫെ സിസ്റ്റവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഏകദേശം 600-700 ആളുകൾ ഒരേ രീതിയിൽ ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലേക്ക് ഉള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഭക്തജനങ്ങളുടെയും സഹായങ്ങൾ ഉണ്ടാവണം, സഹകരിക്കുകയും വേണം. നന്ദി, നമസ്കാരം. കൂടുതൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചടങ്ങുകൾ ക്ഷേത്രം സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി വിശദീകരിക്കും. പഞ്ചവാദ്യവും ആനയും മറ്റേത് മാത്രമേ, ഇപ്രാവശ്യം കാവടിയും താലം ഉൾപ്പെടെ ഒന്നുകൂടി വിപുലമായിട്ടാണ് പരിപാടികൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ചെറുമനേങ്ങാട് വാസുണ്ണി സ്വാമി ഗുരുസ്വാമിയാണ് വിളക്ക് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. 10,000-ലേറെ ആളുകൾക്ക് അന്ന് അന്നദാനം ഉണ്ടായിരിക്കും. 3 രാവിലത്തെ കൂടാതെ ഉച്ചയ്ക്കും രാത്രി കൂടി, രാവിലെ കൂടി ആകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാവും. അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് എന്ന ചടങ്ങ് ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ അത് കഴിഞ്ഞു. അതുകൂടി ഒന്ന് അതുകൂടി ഒന്ന് ആഡ് ചെയ്യണം. കലവറ നിറയ്ക്കൽ ചടങ്ങ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അത് ഈ ഇന്ന് രാവിലെയാണ് നടന്നത്. ഭക്തജനങ്ങൾക്ക് ദ്രവ്യങ്ങളെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് കലവറ നിറയ്ക്കൽ. അത് നല്ല രീതിയിൽ വിപുലമായ രീതിയിൽ രാവിലെ സംഘടിപ്പിക്കപ്പെട്ടു. വലിയ തോതിൽ ഭക്തജന പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. വിളക്കിന്റെ അന്നദാനത്തിന് ഈ പറഞ്ഞ മാതിരി അത് എല്ലാ മതവിഭാഗങ്ങൾക്കും പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ഗോപുരത്തിന് പുറത്താണ് ആ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത്. അതിൽ നാനാജാതി മതസ്ഥരെ പങ്കെടുക്കുകയും നല്ല പങ്കാളിത്തം ഉണ്ടാവുകയും എല്ലാവരെയും സഹകരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മാധ്യമ രംഗത്തെ സുഹൃത്തുക്കളുടെ സാന്നിധ്യവും സഹകരണവും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഉണ്ടാവണം. നല്ല വാർത്താ പ്രാധാന്യം കൊടുക്കുകയും അന്നദാനത്തിൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും പങ്കെടുക്കുകയും ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യത്തെ +2 സയൻസ് എക്സാം ടഫായിരുന്നു.
പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് കാരണം ഈ പ്രാവശ്യവും എക്സാം ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സയൻസ് അക്കാദമിയിൽ +2 ക്രാഷ് ബാച്ചിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് റിവിഷനും മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഡൗട്ട് ക്ലിയർ സെഷൻസിലൂടെ എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ആക്കുന്നു. ഫിസിക്സിന് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ലാബ് കൂടെ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ എക്സാമിന് മികച്ച മാർക്ക് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ. കുന്നംകുളത്തെ ഏക സർക്കാർ മദ്യവിൽപ്പന കേന്ദ്രമായ ബീവറേജ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്ന യേശുദാസ് റോഡിലെ കെട്ടിടവും പരിസരവും ഏറെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത് കണ്ടെത്തി നഗരസഭ പിഴ ചുമത്തി ശിക്ഷാ നടപടി എടുത്തത് 2 ആഴ്ച മുൻപാണ്. എന്നാൽ നഗരസഭ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടും ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. കെട്ടിടവും പരിസരങ്ങളും വൃത്തിയായും ശുചിയായും സൂക്ഷിക്കണമെന്ന് കെട്ടിട ഉടമയോട് ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും പഴയ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ. ബീവറേജിൽ നിന്നും സാധനം വാങ്ങി പുറത്തിരുന്നുള്ള മദ്യപാനം ഇപ്പോഴും നിർബാധം തുടരുകയാണ്. ഇതിനെതിരെ കുന്നംകുളം പോലീസിൽ നഗരസഭ രേഖാമൂലം പരാതി നൽകിയെങ്കിലും പോലീസ് നിഷ്ക്രിയത്വം ഇവിടേക്ക് തുടരുകയാണ്. ബീവറേജിന് പുറത്തെ ഓപ്പൺ മദ്യപാനം തടയുന്നതിന് നടപടി സ്വീകരിക്കേണ്ട പോലീസ് പരാതിയുണ്ടായിട്ടും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കെട്ടിടവും പരിസരങ്ങളും വൃത്തിയാക്കേണ്ടതും നല്ല രീതിയിൽ പരിരക്ഷിക്കേണ്ടതും കെട്ടിട ഉടമയാണെന്ന പക്ഷം നിരത്തി സ്വയം ന്യായീകരിക്കുകയാണ് ബീവറേജ് അധികൃതർ. ബീവറേജിൽ നിന്നും മദ്യം വാങ്ങി ആളുകൾ പുറത്തിരുന്ന് കഴിച്ച് മദ്യക്കുപ്പികളും മറ്റും ഇവിടെ ഉപേക്ഷിച്ചു പോവുകയും പരിസരവും മറ്റും മദ്യക്കുപ്പികൾ കൊണ്ട് നിറയുന്ന കാഴ്ച ഇവിടെ സ്ഥിരമാവുകയാണ്. ഒരു തവണ ഇതിനെതിരെയെല്ലാം നടപടിയെടുക്കുകയും വീണ്ടും ഇവർ ഇത് തന്നെ ആവർത്തിക്കുന്നത് കാണുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ പരിസര മലിനീകരണങ്ങളുടെ കാരണക്കാർക്ക് നേരെ കൂടുതൽ ശക്തമായ നടപടികൾക്ക് തയ്യാറെടുക്കുകയാണ് നഗരസഭ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആടിയുലഞ്ഞ് കുന്നംകുളത്തെ കോൺഗ്രസ്. പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനും മികച്ച സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും തീരുമാനിച്ച് മണ്ഡലം ബ്ലോക്ക് നേതൃത്വം തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർ പലർക്കു വേണ്ടി കൈകടത്തിയതോടെ കുന്നംകുളത്തെ കോൺഗ്രസ് വിജയ സാധ്യതകൾ തുലാസിലായി. ആർത്താറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 വാർഡുകളിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാകാനിടയില്ല. ഇവിടെ 2 സ്വതന്ത്രർ തങ്ങളുടെ സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഇന്നലെ പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടിക പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു. 2 വാർഡുകളിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ പിൻവലിഞ്ഞിട്ടുണ്ട്. അഞ്ഞൂർ മേഖലയിൽ അവിടുത്തെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞവരെയല്ല നേതൃത്വം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ വൻ പ്രതിഷേധവും റിബൽ സ്ഥാനാർത്ഥികളും അഞ്ഞൂർ വടുതല ഭാഗങ്ങളിൽ കോൺഗ്രസിനെതിരെ ശക്തമായി നിലനിൽക്കുകയാണ്. സംവരണ സീറ്റുകളിൽ പോലും പാർട്ടിയുടെ മികച്ച നേതാക്കൾക്ക് സീറ്റ് നിഷേധിച്ചിരിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കോൺഗ്രസ് നേതാവ് ഒ അബ്ദുറഹ്മാൻ കുട്ടിയാണ് കുന്നംകുളത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അനാവശ്യമായി ഇടപെട്ട് പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും ശത്രുക്കളാക്കിയതെന്നും ആരോപണമുണ്ട്. ഒരിക്കൽ കുന്നംകുളം നഗരസഭ ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇക്കുറി പല വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താനാവാത്ത അവസ്ഥ. ഉള്ള സീറ്റുകളിലാണെങ്കിൽ പ്രാദേശിക ധാരണകൾ പരിഗണിക്കാതെ നേതാക്കളുടെ റെക്കമെൻഡേഷൻ പണികളും. നിലവിൽ 39 വാർഡുകളിൽ 22 വാർഡുകളിലേക്കാണ് സ്ഥാനാർത്ഥികൾ ആയിട്ടുള്ളത്. ടൗണിലെ പ്രധാന വാർഡുകൾ തർക്കത്തിലുമാണ്. ഇടതുമുന്നണിയും BJPയും ഏതാണ്ട് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് കളം നിറഞ്ഞ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും അവസാന ലാപ്പിൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കുന്നംകുളത്തെ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വം. വെഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. കാട്ടക്കാമ്പൽ പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 18 വാർഡുകളിൽ 2 വാർഡുകൾ ഒഴിച്ച് 16 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകിയത്. 16 വാർഡുകളിൽ CPIM-ഉം 2 വാർഡുകളിൽ ഘടകകക്ഷിയായ CPI-യുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 11-ന് പാർട്ടി ആസ്ഥാനത്തിൽ നിന്നും പ്രകടനമായി പഞ്ചായത്തിൽ ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥികൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ പഞ്ചായത്ത് സെക്രട്ടറി C. ശ്രീജിത്തിന് പത്രിക നൽകി പ്രതിജ്ഞയെടുത്തു.
വാർഡ് 1 സ്രായിൽ, വാർഡ് 11 പഴഞ്ഞി ഈസ്റ്റിലേക്കും സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസം പത്രിക സമർപ്പിക്കും. വാർഡ് 2 രാമപുരത്ത് സുനിതകുമാരി, 3 ചിറയ്ക്കലിൽ സന്തോഷ് കൊളത്തേരി, 4 കാഞ്ഞിരത്തിങ്കൽ സുഫിന നൌഷാദ്, 5 പെരുന്തുരുത്തിയിൽ ഹമീദ് AY, 6 ചെറുതുരുത്തി അഖിൽ PP, 7 പഴഞ്ഞി വെസ്റ്റ് റീന നെൽസൺ, 8 അയ്നൂർ വെസ്റ്റ് ജിജി PT, 9 അയ്നൂർ ഈസ്റ്റ് അഞ്ജു സുധീഷ്, 10 കോട്ടോൾ PM അലി, 12 ജെറുസലേം സുജാത ജയരാജൻ, 13 കരിയമ്പ്ര KK സുനിൽകുമാർ, 15 മുലപ്പാട് രാഗി സന്തോഷ്, 16 സദാനന്ദൻ CK, 17 ആനപ്പറമ്പ് സഖില സജിത്, വാർഡ് 18 പാലാട്ടുമുറിയിൽ സിദ്ദിഖ് എന്നിവരാണ് ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകിയത്. LDF പഞ്ചായത്ത് കൺവീനർ TC ചെറിയാൻ, നേതാക്കളായ NK ഹരിദാസൻ, VK ബാബുരാജ്, KT ഷാജൻ മാസ്റ്റർ, രവീന്ദ്രൻ, രേഷ്മ ടീച്ചർ തുടങ്ങിയവരും പത്രിക സമർപ്പണത്തിന് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. KNR ഫുഡ്സിന്റെ പുതിയ സ്ഥാപനമായ സ്നേക്കിസ്റ്റ് 2025 നവംബർ 16 ഞായറാഴ്ച 3 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ തൃക്കരങ്ങളാൽ സ്ഥാപനത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ വൈദികർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സ്റ്റാഫുകൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ കൊച്ചുമോൻ നന്ദി അറിയിച്ചു. എല്ലാവിധ സ്നാക്സുകളും ക്വാളിറ്റിയോടുകൂടി തയ്യാറാക്കുന്ന പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് യൂണിറ്റാണ് പഴഞ്ഞി ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സ്നാക്സുകൾ മൊത്തമായും ചില്ലറയായും നൽകപ്പെടുന്നു. സഹോദര സ്ഥാപനം നോബിൻ ട്രേഡേഴ്സ്, എറണാകുളം. വോട്ട് ചോരി ചാവക്കാട് മുനിസിപ്പാലിറ്റി 32 വാർഡ് SDPI സ്ഥാനാർത്ഥി അലി നൈനാറിന്റെ വോട്ട് ഒഴിവാക്കിയതിനെതിരെ SDPI പ്രതിഷേധം. ചാവക്കാട് മുനിസിപ്പാലിറ്റി 32 വാർഡ് SDPI സ്ഥാനാർത്ഥി അലി നൈനാറിന്റെ വോട്ടവകാശം രാഷ്ട്രീയ പ്രേരിതമായി ചാവക്കാട് മുനിസിപ്പാലിറ്റി അധികൃതർ നീക്കിയതിൽ പ്രതിഷേധിച്ച് ചാവക്കാട് മുനിസിപ്പൽ സെക്രട്ടറിക്കെതിരെ ചാവക്കാട് മുനിസിപ്പാലിറ്റി ഓഫീസിനു മുന്നിൽ SDPI പ്രതിഷേധിച്ചു. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇത് SIRന്റെ മറ്റൊരു വകഭേദമാണെന്നും ചാവക്കാട് അധികാരികൾ വോട്ടുകൊള്ള നടത്തിയത് ഫാസിസമാണെന്നും ചാവക്കാട് SDPI മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമിസ് അബൂബക്കർ പറഞ്ഞു. പ്രതിഷേധത്തിൽ ഫാസിസത്തിനിരയായ അലി നൈനാർ കാര്യങ്ങൾ വിശദീകരിച്ച് രേഖകൾ സമർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ചാവക്കാട് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി, ചാവക്കാട് മുനിസിപ്പൽ സെക്രട്ടറി ഹാരിസ്, ചാവക്കാട് മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി ഹംസക്കോയ, പുത്തൻ കടപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് മുജീബ് കുന്നത്ത്, പാർട്ടി പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. കുന്നംകുളം നഗരസഭ കൗൺസിലർമാർക്ക് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. 2020-25 കാലഘട്ടത്തിലുള്ള കൗൺസിലർമാർക്കാണ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി യാത്രയയപ്പ് നൽകിയത്. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, PK ഷബീർ, കൗൺസിൽ കക്ഷി നേതാക്കളായ ബിജു സി ബേബി, ബീന രവി, കൗൺസിലർമാരായ ഗീത ശശി, ഷാജി ആലിക്കൽ, PV സജീവൻ തുടങ്ങിയ കൗൺസിലർമാർ അനുഭവങ്ങൾ പങ്കുവച്ചു. നഗരസഭാ സെക്രട്ടറി KK മനോജ് അധ്യക്ഷനായി. AXE ബിനയ് ബോസ്, ക്ലീൻ സിറ്റി മാനേജർ AV അജിത്, ജനനമരണ വിഭാഗം രജിസ്ട്രാർ താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഫ്രെയിം നിരക്കിൽ ഇപ്പോൾ സ്വന്തമാക്കാം അക്രിലിക് UV HD പ്രിന്റുകൾ. കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകളുടെയും ഫ്രെയിം വർക്കുകളുടെയും വലിയ കളക്ഷനുമായി പാറയമ്പാടത്ത് ഈ വരുന്ന നവംബർ 16 മുതൽ തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്നു ഫ്രെയിം ഹബ്. ഫോട്ടോ ഫ്രെയിംസ്, നെയിം ബോർഡ്സ്, അറബിക് കാലിഗ്രഫി, കസ്റ്റമൈസ്ഡ് അക്രിലിക് ക്ലോക്കുകൾ, മിനിയേച്ചേഴ്സ് തുടങ്ങി ഒരുപാട് കളക്ഷൻസ്, അതും സാധാരണക്കാർക്ക് അനുയോജ്യമായ വിലയിൽ. കൂടാതെ ഹോൾസെയിൽ പർച്ചേസുകൾക്കും സ്റ്റുഡിയോ ഫ്രെയിമുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇനി വാങ്ങാം മനസ്സിനിണങ്ങിയ സമ്മാനങ്ങൾ. ഫ്രെയിം ഹബ്, നിയർ കോപ്പറേറ്റീവ് ബാങ്ക്, പാറയമ്പാടം. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിംഗിൽ ഒരു 1 year റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രമല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ ഈ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ.